ADHD കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിരിക്കും. അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. ഹായ് ദയർ, ദിസ് ഈസ് ഡോക്ടർ ആര്യദേവി. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന, കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. ഇത് പലപ്പോഴും നമ്മൾ ഡയഗ്നോസ് ചെയ്യപ്പെടാതെ പോകുന്ന, അല്ലെങ്കിൽ മാറിയൊക്കെ ഡയഗ്നോസ് ചെയ്യുന്ന, വേറെ കംപ്ലൈൻ്റ് ആയിട്ട് മാറി ഡയഗ്നോസ് ചെയ്യുന്ന ഒരു ഡിസീസാണ്. ADHD ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈപ്പാണുള്ളത്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കൂടുതൽ ആ കാറ്റഗറിയിൽ പെടുന്ന ആളുകൾക്ക് കൂടുതൽ അറ്റൻഷൻ ഉള്ള പ്രോബ്ലം ആയിരിക്കും ഉണ്ടാവുക. ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവണമെന്നില്ല. കൂടുതൽ പ്രൊമിനൻ്റ് ആയിട്ട് അറ്റൻഷൻ പ്രോബ്ലം ആണ് ഉണ്ടാവുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്നത് ഹൈപ്പർ ആക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ആൻഡ് ഇമ്പൾസീവ് എന്ന് പറയും. അതായത് വളരെ ആക്റ്റീവ് ആയിരിക്കും, പിന്നെ എടുത്ത് ചാടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാവും. ഈ കാറ്റഗറിയിലുള്ളവർക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും കൂടുതൽ കാണുന്നത്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ചേർന്ന് ഈ ഹൈപ്പർ ആക്ടിവിറ്റിയും ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ അറ്റൻഷൻ പ്രോബ്ലവും ഒരേപോലെ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ കമ്പൈൻഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നമുക്കുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. അതല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, അതായത് കൂടുതലും കുട്ടികളൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കുട്ടികളായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയുന്നത് അവർ ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കാറില്ല, കുരുത്തക്കേടുണ്ടാവും, ദേഷ്യവും വിഷമൊക്കെ ഉണ്ടാവും. ഇതൊക്കെ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിൽ നിന്ന് ഉപരിയായിട്ട് ഇത് നമ്മുടെ ലൈഫിനെ, ഈ ഒരു അറ്റൻഷൻ ഇല്ലാത്തത് അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ നമ്മുടെ ലൈഫിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മളിത് ADHD ആണോ അല്ലയോ എന്ന് പറയുന്നത്. ADHDയുടെ മറ്റ് ലക്ഷണങ്ങളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.